കേരളത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കുള്ള 100 കോടി പണവുമായി ഹവാലക്കാരൻ രാജ്യം വിട്ടു എന്ന ആരോപണവുമായി ദലാൽ നന്ദകുമാർ. ഓരോ സ്ഥാനാർത്ഥിക്കും 5 കോടി വീതം എത്തിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അയാൾ സംസ്ഥാനത്തെത്തുന്നതിനു മുന്നേ രാജ്യം വിട്ടെന്നും നന്ദകുമാർ പറഞ്ഞു. അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനുമെതിരെ നടത്തിയ ആരോപണങ്ങളിൽ ദലാൽ നന്ദകുമാർ തെളിവുകൾ നിരത്തുകയാണ്. തൃശൂരിൽ ഭൂമി വാങ്ങാൻ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയെന്ന് നന്ദകുമാർ ആരോപിച്ചു. പണം നൽകിയ ബാങ്ക് രസീതും തെളിവുകളും നന്ദകുമാർ പുറത്തുവിട്ടു. എൻ്റെ ഇന്ന് ബിജെപിയുടെ ഒരു ക്രൗഡ് പുള്ളർ കാൻഡിഡേറ്റ് 10 ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നിട്ടില്ലെന്ന് അതിൻ്റെ കോപ്പി. ശോഭാ സുരേന്ദ്രൻ്റെ അക്കൗണ്ട് പേര് ശോഭന സുരേന്ദ്രൻ എന്നാണ്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ആ സംശയം എന്താ? നിഷേധിച്ചെടുത്ത് കൊടുക്കാം. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനവുമായി ബന്ധപ്പെട്ട് ബിജെപി പത്തനംതിട്ട സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് 25 ലക്ഷം രൂപ നൽകിയെന്ന ആരോപണത്തിലും നന്ദകുമാർ തെളിവുകൾ പുറത്തുവിട്ടു. ദില്ലിയിലെ ഹോട്ടലിൽ വെച്ച് അനിലിന് പണം നൽകിയെന്ന് അവകാശപ്പെടുന്ന ചിത്രമാണ് പുറത്തുവിട്ടത്. അതേസമയം താൻ ആരുമായും